ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അങ്ങിരുന്ന് പ്രഖ്യാപിച്ചു. ഇവിടെ ട്രംപിന്റെ ഫ്രണ്ട് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. മോദിയെ ഇന്ന് കയ്യടികളോടെ മാലയിട്ടാണ് പാർലമെന്ററി പാർട്ടി യോഗത്തിലൊക്കെ വരവേറ്റത്. തീരുവ വിഷയമടക്കം എല്ലാം കോംപ്രമൈസ് ആക്കി എന്നുമാണ് വിവരം. ട്രംപ് സ്വന്തം നിലയ്ക്കെടുത്ത തീരുമാനം ആണ് ഇതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. രാജ്യം എല്ലാം അറിയുന്നത് വാഷിംഗ്ടണിൽ നിന്നാണ് എന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പരിഹസിക്കുകയും ചെയ്തു. മോദി ഇന്ത്യയെ വിറ്റോ എന്നതടക്കമുള്ള ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ട്രംപ് അല്ല എന്നായിരുന്നു ജോൺ ബ്രിട്ടാസ് എംപിയുടെ വിമർശനം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി എടുത്ത തീരുമാനമാണോ ഇന്ത്യ US വ്യാപാര കരാർ എന്നതാണ് ചോദ്യം. അത് കൊച്ചിയിലുള്ള ആളുകളോടാണ് ചോദിച്ചിരിക്കുന്നത്. ജോയ്മോൻ കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാം. ഇന്ത്യ US വ്യാപാര കരാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്ത്യൻ വിപണിയിൽ വൻ കുതിച്ചുചാട്ടമാണ് കാണുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി താഴ്ന്നു നിന്ന വിപണിയിൽ ഉൾപ്പെടെ അതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായാണ് നടത്തിയത്. അത് ശരിയാണോ? ജനങ്ങളോട് അവർക്ക് പറയാനുള്ളത് കേൾക്കാം. ചില സാധനങ്ങൾക്കൊക്കെ വില കൂടിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കുറയും. ഇപ്പോൾ സ്വർണത്തിനാണെങ്കിലും ഇങ്ങനെയുള്ള കരാറുകൾ ഇതൊക്കെ വരുമ്പോഴാണല്ലോ. പിന്നെ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യണ സാധനങ്ങൾക്കാണെങ്കിലും കയറ്റുമതി ചെയ്യണ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ നടക്കണുണ്ടല്ലോ. അപ്പോൾ വലിയ വലിയ വ്യവസായികൾക്കൊക്കെ ഗുണം ചെയ്യുമായിരിക്കും. യുവതലമുറയൊക്കെ ഇവിടെ നിന്ന് പോകണേണ്. കുറെ കഴിയുമ്പോൾ വയസ്സായ ആൾക്കാർ മാത്രമാവും. അതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. അവർ നല്ലത് ചെയ്യുവാണെങ്കിൽ നമ്മുടെ നാടിന് ഗുണമാവും. ഒരുപാട് പേര് ജോലിയുടെ കാര്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു. അപ്പം ഇത്രയും വലിയൊരു ഇത് വരുമ്പോൾ നമ്മളതിന് കെയർ കൊടുക്കുക വേണ്ടേ. ജോലി എന്ന് പറഞ്ഞാൽ വലിയൊരു ഡ്രീം അല്ല. എൻ്റെ ഒരു ഡ്രീമായിരുന്നു വരയ്ക്കണം. ഞാനത് ഏറ്റെടുത്തു. അതുപോലെ തന്നെ ഇതും ഒരു വലിയൊരു കാര്യം. ട്രംപ് ഓരോ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്തോറും അത് ഗുണകരം നമുക്ക് പെട്ടിട്ട് കൂടിയില്ല. എല്ലാം പുള്ളിയുടെ നീക്കുപോക്കുകൾ തന്നെ പോയിക്കൊണ്ടിരിക്കണം. അതിൽ നമുക്കൊരു ഇന്ത്യക്ക് ശരിക്കും കേരളത്തിലാണ് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ഗുണപ്പര പുള്ളിയുടെ വ്യക്തിത്വത്തിൽ പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നു. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ടിബിൻ ടോമിനൊപ്പം ജോയ്മോൻ ജോസ്, ന്യൂസ് മലയാളം.